Okay, cash flow from investing activities. The purchase and sale of fixed asset and other investment not included in cash equivalent are the investment activities. That is the purchase and sale of fixed asset and other investment not included in cash equivalent. അതായത് അസറ്റുകൾ വാങ്ങുക വിൽക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഇൻവെസ്റ്റ് ചെയ്യുക, മറ്റ് കമ്പനികളുടെ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺ, ഡിബഞ്ചേഴ്സ് എക്സെട്ര ആൻഡ് ഓൾസോ ഡിവിഡൻഡ് റിസീവ്ഡ്. ഇതൊക്കെ എന്ത് വരും? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിനകത്ത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺ, ലോണിന് പലിശ കിട്ടുന്നത്, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഡിവിഡൻഡ് റിസീവ്ഡ്. എക്സാമ്പിൾ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ ഫോളോയിങ്. അപ്പോൾ ക്യാഷ് ഫ്ലോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് ക്യാഷ് ഫ്ലോ ആയിട്ട് വരുന്ന ഏതൊക്കെയാണെന്ന് പറയുന്നത്. ക്യാഷ് പേയ്മെന്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങിയപ്പോൾ ക്യാഷ് കൊടുത്തത് ഔട്ട്ഫ്ലോ ആണ്, അപ്പോൾ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ക്യാഷ് റെസീറ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അസറ്റ് വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്, അതും ഇൻവെസ്റ്റിംഗ് ആണ്. ക്യാഷ് പേയ്മെന്റ് ടു അക്വയർ ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് അതർ എന്റർപ്രൈസ്. നമ്മൾ മറ്റേതെങ്കിലും കമ്പനികളുടെ ഷെയറോ ഡിബഞ്ചേഴ്സിലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. അടുത്തത് ക്യാഷ് റെസീറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ക്യാഷ് റെസീറ്റ് വരും, ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ റിസീവ് ചെയ്യും മറ്റ് കമ്പനികളിൽ നിന്ന്. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ദീസ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. അല്ലാത്ത കേസുകളിലെല്ലാം ഇവിടെ എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണെന്നാണ് പറയാം. അടുത്ത ക്യാഷ് അഡ്വാൻസസ് ആൻഡ് ലോൺസ് മെയ്ഡ് ടു തേർഡ് പാർട്ടീസ്. ക്യാഷ് അഡ്വാൻസസോ ലോൺസോ മെയ്ഡ് ടു തേർഡ് പാർട്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ മൂന്നാമത് തേർഡ് പാർട്ടീസിന് ഡിസിസ് പോലത്തെ തേർഡ് പാർട്ടീസിനൊക്കെ നമ്മൾ ക്യാഷ് അഡ്വാൻസ് ലോൺ കൊടുക്കും. ഇതെല്ലാം ഇൻവെസ്റ്റിംഗ് ആണ്. ക്യാഷ് റെസീറ്റ് ഫ്രം റീപേയ്മെന്റ് ആൻഡ് അഡ്വാൻസ് ആൻഡ് ലോൺസ്, അതായത് ക്യാഷ് റെസീറ്റ് ഫ്രം റീപേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ആൻഡ് ലോൺസ്. അഡ്വാൻസിൻ്റെ ലോൺസിൻ്റെ ക്യാഷ് റീപേ ചെയ്യുമല്ലോ അവർ, നമുക്ക് തിരിച്ച് തരുമ്പോൾ അതും എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണെന്ന് പരിഗണിക്കുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ അസർട്ടൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡേറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഇയർ ആൻഡ് അഡീഷൻ ഇൻഫർമേഷൻ എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടുള്ള ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഫോർമാറ്റിലുണ്ടോ? ക്യാഷ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ ക്യാഷ് കൊടുത്തു, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, ബ്രാക്കറ്റിൽ കൊടുക്കണം. ക്യാഷ് റിസീവ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ക്യാഷ് ഇൻഫ്ലോ ആണ്, ബ്രാക്കറ്റ് വേണ്ട. ക്യാഷ് റിസീറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് വിറ്റു, ക്യാഷ് കിട്ടി, നമുക്കറിയാം ഇൻഫ്ലോ ആണ്, ഓപ്പൺ ബ്രാക്കറ്റ് ആണേ. അടുത്തത് ക്യാഷ് പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് നമ്മൾ ക്യാഷ് കൊടുത്തു, ഔട്ട്ഫ്ലോ ആണ്, ബ്രാക്കറ്റിലാവണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, ഇൻഫ്ലോ ആണ്. ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് എന്ത് എടുക്കുന്നു? ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുക. പ്രോബ്ലം നോക്കിക്കേ. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ലാൻഡ് 2 lakh, സെയിൽ പറയുന്നില്ല. ഫർണിച്ചർ 50,000, അതിൽ 20,000 സെയിലുണ്ട്. ഗുഡ് വില്ല് 1 lakh ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 75, 10,000. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഡിവിഡൻഡ്സ് 5,000. ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഷെയർസ് 7,500. ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് 10,000. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി മാത്രം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ക്യാഷ് പെയ്ഡ് ഫോർ ലാൻഡ് പർച്ചേസ് കണ്ടോ? നമുക്കറിയാം ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കുന്ന 2 ലക്ഷം രൂപ, ഔട്ട്ഫ്ലോ ആണ്, ബ്രാക്കറ്റിൽ കൊടുത്തു. ഓക്കെ, അടുത്ത ഫർണിച്ചർ 50,000 നമുക്ക് പർച്ചേസ് ആണ്, അപ്പോൾ 50,000 പർച്ചേസ് കൊടുത്തു, ഔട്ട്ഫ്ലോ ആയതുകൊണ്ട്. 20,000 അവിടെ സെയിൽ കോളത്തിലാണ് കൊടുത്തേക്കുന്നല്ലേ, അപ്പോൾ അത് ഇൻഫ്ലോ അല്ലേ. ക്യാഷ് റിസീവ്ഡ് ഓൺ ഫർണിച്ചർ സോൾഡ് 20,000 ഇൻഫ്ലോയിൽ കൊടുത്തു. അടുത്ത ഗുഡ് വില്ല് 1 lakh നമുക്ക് എന്താണ്? പർച്ചേസ് അല്ലേ, ക്യാഷ് പെയ്ഡ് ഫോർ ഗുഡ് വില്ല് പർച്ചേസ് കോളത്തിലാണ്, അപ്പോൾ അത് പർച്ചേസ് കൊടുത്തു, അവിടെ സെയിൽ ഒന്നുമില്ല. ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം പർച്ചേസിലാണ്, 75,000 ഔട്ട്ഫ്ലോ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അത് ബ്രാക്കറ്റിൽ കൊടുത്തു. 10,000 നമുക്ക് ഇൻഫ്ലോ ആണ്, 10,000 ഉണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഫോർ ഇൻവെസ്റ്റ്മെന്റ് സോൾഡ് 10,000 നമുക്ക് ഇൻഫ്ലോ ആയതുകൊണ്ട് ബ്രാക്കറ്റ് വേണ്ട. അടുത്ത് നമ്മൾ നോക്കുന്നു ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഡിവിഞ്ചേഴ്സാണ്. ഡിവിഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അപ്പോൾ നമുക്കറിയാം അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്, 5,000 ഇൻഫ്ലോ ആണ്, ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. അടുത്ത ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഷെയർസ്, ഷെയർസിന് ഡിവിഡൻഡ് കിട്ടുന്നു അല്ലേ, 7,500. അടുത്ത ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സാണ്, നമ്മുടെ കമ്പനിയുടെ ഡിവിഡൻഡ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൽ കൊടുക്കും, നമ്മുടെ ഇവിടെ വരില്ല. ഓക്കെ, ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് 10,000 എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇവിടെ നമുക്ക് വരുന്നതല്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 3,82,500 കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആ പ്രോബ്ലം ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്തോളൂ. ഓക്കെ.